ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ മഴയുള്ള ജൂൺ മാസത്തിൽ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് നോക്കാം. ജൂൺ മാസത്തിൽ എനിക്ക് കിട്ടിയ ഹയസ്റ്റ് പ്രൊഡക്ഷനും ലോവസ്റ്റ് പ്രൊഡക്ഷനും പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂവും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് സോളാർ ക്ലയൻറ്റ് ആപ്പ്. എൻ്റെ സോളാർ സിസ്റ്റം ഈ ആപ്പുമായി കണക്റ്റഡ് ആണ്. വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ കപ്പാസിറ്റി 3.39 കിലോ വാട്ട്സ്. ഡേറ്റ് 1 ജൂൺ 2024. രാവിലെ 6 മണിക്ക് സോളാർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 8 മണി ആകുമ്പോഴേക്കും സോളാർ പ്രൊഡക്ഷൻ പതുക്കെ ഉയർന്ന് 1.5 കിലോ വാട്ട് ആയി മാറി. പിന്നെ മഴ വന്നപ്പോൾ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്തു. ഏകദേശം 10 മണി ആകുമ്പോഴേക്കും മഴ മാറിയപ്പോൾ സോളാർ പ്രൊഡക്ഷൻ കുത്തനെ ഉയർന്ന് 2.50 കിലോ വാട്ട്സ് ആയി മാറി. 1 മണി കഴിഞ്ഞപ്പോൾ കുറച്ചു സമയത്ത് KSEBയുടെ പവർ കട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഈ സമയങ്ങളിൽ ഓൺ-ഗ്രിഡ് സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷൻ 0 ആയിരിക്കും. ജൂൺ 1-ാം തീയതി പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 8.6 കിലോ വാട്ട്സ്. 2.65 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. ഇനി ജൂൺ 2-ാം തീയതിയിലെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. രാവിലെ 6 മണിക്ക് സോളാർ പ്രൊഡക്ഷൻ ആരംഭിച്ച് 11 മണി ആകുമ്പോഴേക്കും പ്രൊഡക്ഷൻ 3 കിലോ വാട്ട് റേഞ്ച് വരെ എത്തി. പിന്നെ മേഘങ്ങൾ സൂര്യനെ മറഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്തു. ഈ ദിവസവും 12 മണിക്കും 1 മണിക്കുമിടയിൽ KSEBയുടെ പവർ കട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം. അന്നത്തെ ദിവസം പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 16 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.35 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 3 ജൂൺ 2024. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നല്ല മഴയുണ്ടായതിനാൽ സോളാർ പ്രൊഡക്ഷൻ കുറഞ്ഞ അളവിലായിരുന്നു. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട് 10 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.16 കിലോ വാട്ട്സ്. ഇനി 4 ജൂൺ 2024. ചെറിയ മഴയുള്ളതും അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ലഭിച്ച ഒരു ദിവസമായിരുന്നു ജൂൺ 4-ാം തീയതി. അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 19.2 കിലോ വാട്ട്സ്. 3.07 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. നെക്സ്റ്റ് 5 ജൂൺ 2024. അന്ന് രാവിലെ മുതൽ മഴയുള്ള ദിവസമായിരുന്നു. ഇടയ്ക്ക് മഴ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ സോളാർ പ്രൊഡക്ഷനിൽ ഒരു സ്പൈക്ക് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് കാണാം. പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ് 11 കിലോ വാട്ട്സ്. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.25 കിലോ വാട്ട്. ഇനി ജൂൺ 6-ാം തീയതിയിലെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇടവിട്ട് മഴ പെയ്തൊരു ദിവസമായിരുന്നു അന്ന്. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 12.4 കിലോ വാട്ട്സ്. 3.15 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. നെക്സ്റ്റ് 7 ജൂൺ 2024. രാവിലെ മഴയുണ്ടായതിനാൽ പ്രൊഡക്ഷൻ കുറഞ്ഞ രീതിയിലായിരുന്നു. ഏകദേശം 11 മണി ആകുമ്പോഴേക്കും മഴ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ സോളാർ പ്രൊഡക്ഷനിൽ ഒരു സ്പൈക്ക് ഉണ്ടായി എന്ന് കാണാം. പിന്നെ മഴ തുടർന്നപ്പോൾ പ്രൊഡക്ഷൻ വീണ്ടും കുറഞ്ഞു. അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 11 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.59 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 8 ജൂൺ 2024. അന്നു രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ KSEBയുടെ പവർ കട്ട് ഉണ്ടായിരുന്നു. 12 മണി മുതൽ 1 മണി വരെ 3 കിലോ വാട്ട്സ് റേഞ്ചിൽ സോളാർ പ്രൊഡക്ഷൻ നടന്നു എന്നും കാണാം. പിന്നെ നല്ല മഴ വന്നതിനാൽ സോളാർ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞ അളവിലായിരുന്നു. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട് 5.5 കിലോ വാട്ട്സ്. KSEBയുടെ പവർ കട്ട് അന്നത്തെ ദിവസത്തെ
സോളാർ പ്രൊഡക്ഷനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാം. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.31 കിലോ വാട്ട്സ്. ഇനി ജൂൺ 9 പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 6.2 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.99 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 10th ജൂൺ 2024 രാവിലെ 9 മണി മുതൽ 10 മണി വരെ KSEBയുടെ പവർ കട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും പെയ്തിട്ടുണ്ടെന്ന് കാണാം. അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 6 കിലോ വാട്ട്സ്. 8:35 കിട്ടിയ 2 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. ഇനി 11th ജൂൺ 2024 അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 12 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.48 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 12th ജൂൺ 2024 ഇടയ്ക്കിടെ ചെറിയ ചെറിയ പവർ കട്ടും ഒരു ആവറേജ് മഴയും ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 10 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.99 കിലോ വാട്ട്സ്. ഇനി 13th മെയ് 2024 അന്നും മഴയുള്ള ദിവസമായിരുന്നു. പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 8.4 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.41 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 14th ജൂൺ 2024 അന്ന് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ലഭിച്ചൊരു ദിവസമായിരുന്നു. പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 19 കിലോ വാട്ട്സ്. 3.35 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. ഇനി 15th ജൂൺ 2024 അന്ന് രാവിലെ കുറച്ചു സമയം മഴയുണ്ടായിരുന്നു എന്ന് കാണാം. പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 16 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.59 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 16th ജൂൺ 2024 ഇടയ്ക്കിടെ നല്ല മഴ പെയ്തൊരു ദിവസമായിരുന്നു അന്ന്. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട് 14.1 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.42 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 17th ജൂൺ 2024 അന്ന് പാനൽ ടോട്ടൽ 17 യൂണിറ്റ് ആണ് ജനറേറ്റ് ചെയ്തത്. 3.48 കിലോ വാട്ട് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. ഇനി ജൂൺ 18 പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 15.2 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.56 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 19th ജൂൺ 2024 അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 16.2 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.24 കിലോ വാട്ട്സ്. ഇനി ജൂൺ 20 പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് രാവിലെ 6 മണിക്ക് സോളാർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 9 മണി ആകുമ്പോഴേക്കും സോളാർ പ്രൊഡക്ഷൻ 2 കിലോ വാട്ട്സ് റേഞ്ച് വരെ എത്തുകയും പിന്നെ 10 മണിക്ക് KSEBയുടെ ഒരു പവർ കട്ട് ഉണ്ടായിട്ടുണ്ടെന്നും കാണാം. അതിനുശേഷം നല്ല മഴ പെയ്തതിനാൽ സോളാർ പ്രൊഡക്ഷൻ 0.80 കിലോ വാട്ട്സ് റേഞ്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 7 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 206 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 21st ജൂൺ 2024 അന്ന് ഇടയ്ക്കിടെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് കാണാം. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ് 7 കിലോ വാട്ട്സ്. 1.54 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. നെക്സ്റ്റ് 22nd ജൂൺ 2024 അന്ന് 10 മണി മുതൽ 12 മണി വരെ KSEBയുടെ പവർ കട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം. അന്നത്തെ ദിവസം പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 9 കിലോ വാട്ട്സ്. 2.88 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. നെക്സ്റ്റ് 23rd ജൂൺ 2024
അന്നും ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് കാണാം. 10.3 യൂണിറ്റാണ് അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.18 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 24 ജൂൺ 2024. അന്ന് നല്ല മഴ പെയ്തൊരു ദിവസമായിരുന്നു. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 6.2 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.35 കിലോ വാട്ട്സ്. ഇനി ജൂൺ 25-ാം തീയതിയിലെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ് 11 കിലോ വാട്ട്സ്. 2.93 കിലോ വാട്ട്സ് ആണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. നെക്സ്റ്റ് 26 ജൂൺ 2024. അന്നത്തെ ദിവസം 3 തവണ KSEBയുടെ പവർ കട്ട് ഉണ്ടായിരുന്നു. ഒന്ന് രാവിലെ 7 മണിക്കും 8 മണിയുടെയും ഇടയിൽ ഏകദേശം അരമണിക്കൂറും, രണ്ടാമത്തത് 9 മണിക്കും 10 മണിക്കും ഇടയിലും, മൂന്നാമത്തത് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഉണ്ടായിരുന്നത്. ഇതൊന്നും കൂടാതെ നല്ല ശക്തമായ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 4 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 1.19 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 27 ജൂൺ 2024. അന്നും നല്ല മഴ പെയ്തൊരു ദിവസമായിരുന്നു. സൂര്യപ്രകാശം വളരെ കുറവായതിനാൽ 12 മണിയായിട്ട് വരെ സോളാർ പ്രൊഡക്ഷൻ 1 കിലോ വാട്ട് റേഞ്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നോർമൽ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ 3 കിലോ വാട്ട് റേഞ്ചിൽ പ്രൊഡക്ഷൻ നടക്കുന്നതാണ്. അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 6 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 1.21 കിലോ വാട്ട്സ്. നെക്സ്റ്റ് 28 ജൂൺ 2024. അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 17 കിലോ വാട്ട്സ്. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 3.33 കിലോ വാട്ട്സ്. ഇനി 29 ജൂൺ 2024. അന്നും മഴയുള്ള ദിവസമായിരുന്നു. 10 മണിയുടെയും 12 മണിയുടെയും ഇടയിൽ അതിശക്തമായ മഴ പെയ്തിട്ടുണ്ടെന്ന് കാണാം. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട് 10 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.63 കിലോ വാട്ട്സ്. ഇനി 13th ജൂണിലെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 10 കിലോ വാട്ട്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.32 കിലോ വാട്ട്സ്. ജൂൺ മാസത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ചാനലിൽ പുതുതായുള്ള വ്യൂവേഴ്സിനായി അദാനി ടോപ്കോൺ പാനലിൻ്റെ മെയ് മാസത്തെ മന്ത്ലി യൂണിറ്റ് ജനറേഷനെ പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജൂലൈ മാസത്തെയും യൂണിറ്റ് ജനറേഷൻ ഇതുപോലെ ഡീറ്റെയിൽഡായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ആപ്പിൽ ഞാൻ മന്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. താഴെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ജൂൺ മാസത്തെ ഓരോ ദിവസവും, വൈ ആക്സിസിൽ യൂണിറ്റ് ജനറേഷനുമാണ് ഉള്ളത്. ജൂൺ 4-ാം തീയതി പാനൽ ജനറേറ്റ് ചെയ്ത 19.2 കിലോ വാട്ട്സ് ആണ് ഹയസ്റ്റ് യൂണിറ്റ് ജനറേഷൻ. ജൂൺ 7-ാം തീയതിയാണ് എനിക്ക് കിട്ടിയ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.59 കിലോ വാട്ട്സ്. ജൂൺ 26-നാണ് പാനൽ ജനറേറ്റ് ചെയ്ത ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് 4 കിലോ വാട്ട്. പക്ഷേ അന്ന് KSEBയുടെ പവർ കട്ട് ഉണ്ടായതിനാൽ അത് പാനലിൻ്റെ പെർഫോമൻസായി കണക്കാക്കാൻ പറ്റില്ല. ജൂൺ 8-ാം തീയതി പാനൽ പ്രൊഡ്യൂസ് ചെയ്ത 5.5 യൂണിറ്റ് ആണ് പിന്നെയുള്ള ലോവസ്റ്റ് പ്രൊഡക്ഷൻ. പക്ഷേ അന്നും KSEBയുടെ പവർ കട്ട് ഉണ്ടായിരുന്നു. ജൂൺ 10-ാം തീയതി 6 യൂണിറ്റാണ് ജനറേറ്റ് ചെയ്തത്. പക്ഷേ അന്നും KSEBയുടെ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇനിയുള്ളത് ജൂൺ 27-ാം തീയതി പാനൽ പ്രൊഡ്യൂസ് ചെയ്ത 6 യൂണിറ്റ് ആണ് ജൂൺ മാസത്തെ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് പ്രൊഡക്ഷൻ. മഴയും പവർ കട്ടും കൂടുതലുള്ള ജൂൺ മാസത്തിൽ അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 328 കിലോ വാട്ട്സ്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് പാനൽ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യും എന്ന ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ
നല്ല പെർഫോമൻസ് ആണ് മഴക്കാലത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next video.